ഹണി റോസിന് ആദ്യമേ ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലാണല്ലോ ഹണി റോസും പ്രഗത്ഭ ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂരും. സ്ത്രീകൾക്ക് നേരെ അശ്ലീല വചനങ്ങൾ മൊഴിയുന്നവർക്കുള്ള കർശനമായ ഒരു താക്കീത് തന്നെയാണ് ഹണി റോസ് കുറച്ച് ദിവസം മുന്നേ കാഴ്ചവെച്ചത്. ഇന്നിപ്പോൾ അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യമില്ല അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നു. ഇതൊരു പാഠമായിരിക്കട്ടെ അശ്ലീലം പറയാനും ആഹാരം കഴിക്കാനും മാത്രം വാപൊളിക്കുന്നവർക്കും അവരെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്ന ഒരുതരം നിലവാരം കുറഞ്ഞ മാനസിക നിലയുള്ള ഒരു കൂട്ടം ജനതയ്ക്കും. ബോച്ചെ എന്ന ബ്രാൻഡ് വഷളത്തരങ്ങളുടെ ബ്രാൻഡാണോ എന്ന് തോന്നിപ്പോവും അയാൾ ചില പ്രോഗ്രാമുകളിലും ഇൻ്റർവ്യൂസിലും പറയുന്നത് കേൾക്കുമ്പോൾ. വാക്കുകളിലൂടെയും ചേഷ്ടകളിലൂടെയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അയാളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പുതുതലമുറ പഴയ തലമുറ എന്ന വ്യത്യാസമില്ല എന്നത് അതിശയകരം. പണ്ട് കാലങ്ങളിൽ, അതായത് 90s അവസാന കാലഘട്ടം, സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ വഴിയോരങ്ങളിലിരുന്ന് കമൻ്റ് അടിക്കുന്ന ഒരു കൂട്ടം ഞരമ്പ് രോഗികളുണ്ടായിരുന്നു. അന്നത് അവരുടെ അവകാശം പോലെയായിരുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ മടി തോന്നുന്ന തരം വളരെ മോശമായൊരു കാലഘട്ടം. പഴയ ചില ജയറാം സിനിമകളിലെ മെയിൽ ഷോവനിസ്റ്റ് നായകൻ്റെ വ്യക്തിത്വമുള്ള സമൂഹം. ഇന്നിപ്പോൾ 2025 അതിന് വലിയൊരു മാറ്റമൊന്നുമില്ല എന്നതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ഹണി റോസ് ബോച്ചെ ഇഷ്യൂ. അശ്ലീലം പറയുന്നതിൻ്റെ മാധ്യമ വഴി മാറിയെന്നത് മാത്രം മാറ്റം. ഇന്ന് മുഖം മറച്ചുകൊണ്ട് പറയാനുള്ള ധൈര്യവും കൂടിയെന്നത് മറ്റൊരു മാറ്റം. എന്താണിതിന് കാരണം? ആരാണിതിന് കാരണം? ആണുങ്ങൾക്കുള്ളതുപോലെ തന്നെ തങ്ങൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള തൊഴിലിടം സ്വീകരിക്കാനും ഇഷ്ടമുള്ള സമയത്ത് സഞ്ചരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോ, അതോ ഇന്നും 2025 പോകാൻ ബസ് കിട്ടാതെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ പോലും കിട്ടാത്ത സെക്ഷൽ പോവേർട്ടി അനുഭവിക്കുന്ന, അതുമല്ലെങ്കിൽ ലൈംഗിക പീഡന നിയമത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരോ? ആരാണ് ഉത്തരവാദി? ഈ പിറകെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്നത് മറ്റൊരു അതിശയം. ഇനി സ്ത്രീകളുടെ സെക്ഷൽ റൈറ്റ്സിനെ പറ്റിയും നിയമത്തെപ്പറ്റിയും അറിയാത്ത, പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്തവർക്കായി ലൈംഗിക പീഡനം എന്നത് ബലാത്കാരമായി ചെയ്യുന്ന കുറ്റം മാത്രമല്ല, വാക്കാലുള്ള ലൈംഗിക പീഡനമുണ്ട്. അതാണ് ഇന്നാളിതുവരെയായിട്ടും ഹണി റോസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചും ഇഷ്ടമുള്ള ജോലി ചെയ്തും ജീവിക്കുന്ന സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്നത്. അത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണെന്ന് മാത്രം. ലൈംഗിക സ്വഭാവമുള്ള എന്തെങ്കിലും അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളോട് പറയുന്നത് വാക്കാലുള്ള ലൈംഗിക പീഡനത്തിൽ പെടുന്നു. മറ്റൊരാൾ നിങ്ങളോട് അശ്ലീല ചുവയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡബിൾ മീനിങ് ജോക്കാവാം. അവർ പറയുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാണ്. വാക്കാലുള്ള ലൈംഗിക പീഡനത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ബോച്ചെ ഹണി റോസ് ഇഷ്യൂ. ബോച്ചെ സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തിയാണ്. ഹണി റോസ് സമൂഹത്തിന് വേണ്ടി എന്ത് തേങ്ങ ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്. പണ്ട് ഗോവിന്ദച്ചാമി ക്രൂരമായൊരു പെൺകുട്ടിയെ റാപ്പ് ചെയ്തു. ആ ക്രൂര പ്രവൃത്തിയും കഴിഞ്ഞ് നേരെ പോയി എന്തെങ്കിലും ചാരിറ്റി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഗോവിന്ദച്ചാമി നല്ലവനായിരുന്നു, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തവനാണ് എന്ന് പറഞ്ഞേനെ, അല്ലേ?